അല്ല, ഒന്ന് നമ്മൾ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഓരോരുത്തരും എങ്ങനെ കെണിയിലാകുന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ ബോധ്യമായി. പാവ ശങ്കുട്ടിദാസിൻ്റെ ഒരു വാചകം ഞാൻ കേട്ടല്ലോ, സർപ്ലസ് ഫണ്ട്. ഇന്നലെ മുഴുവൻ മാതൃഭൂമി ന്യൂസും വൈകുന്നേരമായപ്പം മാധുവിൻ്റെ ഈ അന്ത്യചർച്ചയിലുമൊക്കെ എന്തായിരുന്നു സർപ്ലസ് ഫണ്ട് വെച്ചൊരു കളി. കുറേ നേരം സർപ്ലസ് ഫണ്ട് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് ഇന്നലെ ഇന്ന് തന്നെ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാധു പിടിക്കാഞ്ഞത് ശങ്കുട്ടിദാസ് അറിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാജം കളിക്കുന്ന ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് തൊണ്ടി സഹിതം പിടിക്കപ്പെടുമ്പോൾ അടുത്ത തവണ പുതുതായിട്ട് വരും. ഇതാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തനം. ഈ മാധ്യമപ്രവർത്തനം നിങ്ങൾ നിർത്തണം. കുറഞ്ഞ പക്ഷേ ശബരിമലയുടെ കാര്യത്തിലെങ്കിലും ഇത്തരം പണി നിർത്തണം. ഇത് തെറ്റാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്. ഇന്ന് മാതൃഭൂമിയിൽ ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകൻ ഞാനത് മുമ്പ് തർക്കമുണ്ടായി. അവരെന്നോട് ആധികാരികമായിട്ട് പറയുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു അക്കൗണ്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ പണമൊന്നും വന്നിട്ടില്ല. എന്നോട് ആധികാരികമായിട്ട് പറയുകയാണ്. ഇപ്പം എനിക്കറിയില്ലല്ലോ. ഞാനതുകൊണ്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു 2 കോടി രൂപ സ്പോൺസർഷിപ്പായിട്ട് പ്രത്യേക അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിനാവശ്യമായ പണം സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആളുകൾ അതിന് പണം തരും. അപ്പോൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഉടൻ തന്നെ ബാങ്ക് വിളിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ പൈസ വരാൻ വല്ല തടസ്സമുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ കറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഇതാണോ സത്യാന്വേഷണം? നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താണ്? ഈ 2 ചേട്ടന്മാരൂടെ പറഞ്ഞു അയ്യപ്പ സംഘം പരാജയമാണ്. എങ്ങനെ പരാജയപ്പെടും? ശബരിമല പരാജയപ്പെടുമോ? ഇവർ വത്സൻ തില്ലങ്കേരി അവിടെ തിരിഞ്ഞു നിന്ന് തല തിരിഞ്ഞു നിന്ന് പൈരട്ടാമ്പടിയെ തിരിഞ്ഞു നിന്നിട്ട് ആ കേസ് പിൻവലിച്ചില്ലെന്ന അഖില് പറയണത്. ആ കേസ് പിൻവലിച്ചില്ലെന്ന അഖില് പറയണത് ഏത് ഭക്തന്റെ തലയിൽ തേങ്ങ അടച്ചു, ആ തേങ്ങ ഉടച്ച കേസ് പിൻവലിച്ചില്ലെന്ന പോലീസ് സ്റ്റേഷന്റെ ബോംബർ നെടുമങ്ങാട് ആ കേസ് പിൻവലിച്ചില്ല. കോൺഗ്രസ്സുകാരൻ ബിജെപിയുടെ പേരുള്ള കേസ് പിൻവലിച്ചില്ല. ഞാൻ പറയട്ടെ കൊണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടെന്ന് ഇതങ്ങ് പിടി. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഊരാളുങ്കൽ ആരുടെയാണെന്നറിയാമല്ലോ. ആരുടെ ഊരാളുങ്കൽ? വാഗ്ബടാനന്ദൻ്റെ. കേട്ടിട്ടുണ്ടോ വാഗ്ബടാനന്ദനെ? ആരാ ദേശീയപാത പണിയുന്നത്? കാസർഗോഡ് പണി തീർന്നല്ലോ 99%. ടെൻഡർ എടുത്ത് നടത്തിയാരാ? ഊരാളുങ്കൽ. അവർക്കെന്താ കുഴപ്പം? ഇനി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ തന്നെ ഏത് പണിയും കൊടുക്കാമെന്ന് ഉത്തരവിറക്കിയ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ. ഊരാളുങ്കലിന് കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉത്തരവിറക്കിയത്. എന്താ ഉത്തരവ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാതൃകാപരമായ സൊസൈറ്റിയാണ്, അവർക്ക് പ്രൊജക്റ്റ് കൊടുക്കാം. ആ ഉത്തരവ് ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാണ്. കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാ. നിങ്ങൾ കല്ല് തപ്പ് കണക്കുണ്ടല്ലോ, അതിൻ്റെ കല്ല് ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണ്. പിന്നെ ഇപ്പം എന്താ ഇവിടെ ഉണ്ടായത്? ഇതിന് 8.5 കോടി രൂപ അടുത്ത തുണ നിർമ്മിച്ചിരിക്കുന്നു. മാതൃഭൂമിയെ കടത്തി വെട്ടിയ അഖില്. അതാണ് മാതൃഭൂമി ഇന്നലെ എന്നെ സർപ്ലസ് ഫണ്ടിലാണ് കളിച്ചത്. മാധുവിനെ തന്നെ വിറ്റ കാശുമായിട്ടാണ് JS അഖിലിരിക്കുന്നത്. 8.5 കോടി രൂപ ഏതിന് ചിലവായി? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അവിടെ വരുന്ന ഗസ്റ്റ്, അതിൽ കുറേ ആളുകൾ സ്വമേധയാ വന്നവരാ. ചില ആളുകളെ സർക്കാർ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നവരാ. അവന് ആവശ്യമുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോട്ടൽ വാടകയും ബില്ലും ഒക്കെ അക്കൗണ്ടഡാണ്. ഒരു സംഘം ഒരു സർക്കാർ നടത്തിക്കഴിഞ്ഞ ഉടനെ അതിൻ്റെ അറ്റവും മുറി പിടിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് കേരളത്തെ തകർക്കാൻ, അയ്യപ്പനെ തകർക്കാൻ, ശബരിമലയെ തകർക്കാൻ ഇങ്ങനെ കുറേ ചർച്ചയായിട്ട് ഇറങ്ങിത്തിരിക്കാവും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഒന്നാമതായി ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട CR രാധാകൃഷ്ണൻ സാറിനോട് ചോദിക്കുക, സാറേ ഏതെങ്കിലും ഒരു രേഖ അവിടെ നശിപ്പിക്കാൻ പറ്റുമോ സാറേ? നിങ്ങൾക്ക് അങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ? പിന്നെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എന്ന് പറഞ്ഞാൽ വഴിപോക്കരാ, മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നവരല്ലേ? നിങ്ങളിത് കണ്ടിട്ടില്ലേ? അവിടെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നവരാണ്. ഒരു SP അവിടെ ചുമതലയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കീഴിലാണ് ഈ അന്വേഷണം.